ഈ ബ്ലസ്സി, ഈ പുസ്തകം, നോവൽ അല്ലെങ്കിൽ കഥ സിനിമയാക്കുക എന്ന് പറഞ്ഞൊരിത്തിരി ഒരു അപകടം പിടിച്ച കളിയാണ്. പലപ്പോഴും വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ മറ്റൊരു എഴുത്തുകാരൻ്റെതാണെങ്കിൽ എൻ്റെ കഥയുടെ അല്ലെങ്കിൽ എൻ്റെ നോവലിൻ്റെ സത്ത പോയി എന്ന് പരാതിപ്പെട്ടതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങ് തന്നെ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു, ആടുജീവിതം എന്ന നോവലിൻ്റെ ഫോക്കസ് ഒന്നാണ്. പക്ഷേ ഇത് ചിത്രമാകുമ്പോൾ, ചലച്ചിത്രമാകുമ്പോൾ, ദൃശ്യാവിഷ്കാരമാകുമ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അങ്ങ് അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു? ഈ നമുക്ക് നമ്മുടെ ഒരു വളരെ തെറ്റായ ഒരു ധാരണയും കാഴ്ചപ്പാടും കൊണ്ടാണ് പുസ്തകവും സിനിമയും രണ്ടാണെന്നും സാഹിത്യവും ദൃശ്യഭാഷയും രണ്ടാണെന്നും മനസ്സിലാക്കാതെ ഉള്ളൊരു സമീപനം. നമുക്കറിയാം, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ പോലും ഒരു വളരെ പ്രശസ്തമായ പല സാഹിത്യവും നോവലും സിനിമയാക്കിയപ്പോൾ വളരെ പരാജയമായി മാറിയിരുന്നു. കാരണം അത് അതേ രീതിയിൽ തന്നെ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അതേ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുമ്പോഴാണ്. സിനിമയ്ക്ക്, ദൃശ്യത്തിന് അതിൻ്റെ ഒരു ഭാഷയുണ്ട്, അതിൻ്റെ ഒരുപാട് സംയോജനങ്ങളുണ്ട്, ശബ്ദത്തിൻ്റെയും നിറങ്ങളുടെയും ഒക്കെയുള്ളത്. അപ്പം അത് മനസ്സിലാക്കാതെ പുസ്തകത്തിൽ, സാഹിത്യത്തിൽ എഴുതി വെച്ച് ഇപ്പം ഇതിനെ അതേപോലെ ചെയ്യുക എന്ന് പറയുന്നത് ആണ് ഏറ്റവും അപകടകരമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുസ്തകത്തിനെ, നോവലിനെ സമീപിച്ചപ്പോൾ എൻ്റേതായിട്ടുള്ള ബെന്യാമിൻ നജീബിൻ്റെ ജീവിതത്തിനെ എങ്ങനെ മനസ്സിലാക്കി അതൊരു സാഹിത്യമാക്കി അക്ഷരങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ചോ, അതുപോലെ തന്നെ ബെന്യാമിൻ എഴുതിയ നജീബിനെ എൻ്റേതായിട്ടുള്ള ചില ലോജിക്കുകളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ് പുസ്തകത്തിൽ ഒരു ചാപ്റ്ററിലാണ് സൈനുവിൻ്റെ ജീവിതം എന്നുണ്ടെങ്കിൽ സിനിമയിലെ ആടുജീവിതത്തിലെ ഗ്രാമം, ഉമ്മ, സൈനു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മുഴുനീളം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന തരത്തിലുള്ള സീനുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പം ആ വ്യത്യാസങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമയ്ക്ക് വേണ്ടി എടുക്കുവാൻ സാധിച്ചു. അത് പ്രത്യേകിച്ച് ബെന്യാമിനെ പോലുള്ളൊരു എഴുത്തുകാരന് അതിനുള്ളൊരു പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് നൽകി എന്നുള്ളതും വളരെ സന്തോഷമാണ്. അത് കൊണ്ടാണ് സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നിൽക്കുകയും പുസ്തകം അതിൻ്റേതായിട്ടുള്ള എല്ലാ ഭാവങ്ങളോടും കൂടിയും വായിക്കപ്പെടുകയും ചെയ്യുന്നത്.